ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി നമ്മുടെ പൊന്നോട്ടൻ അവൾക്ക് പായസം കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ചക്ക പായസമാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എൻ്റെ അടുത്ത് ചക്ക വരട്ടി ഇരിക്കണ്ടായിരുന്നു, റെഡി ടു ഈറ്റ് ചക്ക വരട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു നല്ല കട്ടിയുള്ള പാത്രം എടുത്ത് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് അതേ നെയ്യിൽ തന്നെ ഞാൻ ഈ ചക്ക വരട്ടിയും കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ട് കട്ട ഉടയണ വിധത്തിൽ അതിനൊന്ന് വഴറ്റി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. ആ നല്ല മണം വരുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കണം. രണ്ടാം പാൽ ഒഴിച്ച് അത് ചെറുതായിട്ട് അതിൻ്റെ ആ കട്ടയൊക്കെ ഉടച്ച് വിടണം. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മധുരം കുറവായിരിക്കും, അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് ഒരുമാതിരി കുറുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒന്നാം പാലും ഒഴിച്ച് അപ്പം തന്നെ ഓഫാക്കണം. നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് അല്ലെങ്കിൽ തിളച്ച് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓഫാക്കി വെച്ചതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരി മാറ്റി വെച്ചില്ലേ, അതും കൂടി ഇടുക. നമ്മൾ ഏലക്കായ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് ഓൾറെഡി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രോസസ്സ്. പായസം റെഡിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഈ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമായിട്ട് പായസം കുടിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ പറ്റണ ഒരു റെസിപ്പിയാണത്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ പൊന്നും ഇവിടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇപ്പം ആ മുദ്ര കാണിക്കും.